ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് HLL വന്നിരിക്കുന്ന ട്രെയിനി, അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, നഴ്സ് ഒഴിവുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നല്ല നല്ല പോസ്റ്റുകളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് കൊടുത്തിരിക്കുന്ന സാലറിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ ഹെൽത്ത് കെയർ സർവീസ് ഡിവിഷനായ ഹിൻ ലാബിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ വൈത്തിരി, കോട്ടയം, മഞ്ചേരി, ഫോർട്ട് കൊച്ചി ഇത്രയും പ്ലേസിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വന്നിരിക്കുന്ന ഒഴിവുകളുടെ വേക്കൻസീസിൻ്റെ ആ ഒരു പേരെന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ട്രെയിനിയുടെ ഒഴിവുണ്ട്. ഇതിൻ്റെ അകത്ത് യോഗ്യത എന്ന് പറയുന്നത് MLT അല്ലെങ്കിൽ BSc പഠിച്ചവരായിരിക്കണം. ആ ഒരു ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സ് ചെയ്തവരായിരിക്കണം. പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് റേഡിയോഗ്രാഫർ ട്രെയിനിയുടെ പോസ്റ്റ് ഉണ്ട്. അതിനും കറസ്പോണ്ടിങ് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് ചെയ്തവരായിരിക്കണം. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് പ്രവൃത്തി പരിചയം മാൻഡറ്ററി ആണ് കേട്ടോ. അത്യാവശ്യം ഒരു വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് വേണം. പിന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സിൻ്റെ വേക്കൻസിയാണ്. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിച്ചവരായിരിക്കണം. BSc നഴ്സിംഗ്കാരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും മാൻഡറ്ററി ആണ്. ഇനി വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഓഫീസറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സ്റ്റോഴ്സിലെ ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആ ഒരു പോസ്റ്റിൽ. പിന്നെ മറ്റുള്ള തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ റേഡിയോഗ്രാഫർ ഉണ്ട്, സീനിയർ റേഡിയോഗ്രാഫർ ഉണ്ട്, ജൂനിയർ ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയും ഉണ്ട്. സീനിയർ ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ജൂനിയർ ആണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിലോട്ട് വരുവാണെങ്കിൽ 37 വയസ്സിന് കവിയരുത്. അതിനുള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപേക്ഷ അയക്കേണ്ട മെയിൽ ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജൂലൈ 2 മുൻപായിട്ട് ഈ കാണുന്ന മെയിൽ IDയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം ആ ഒരു പോസ്റ്റ് സബ്ജക്ട് ലൈനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റിനാണ് എന്തൊക്കെ ഡിഗ്രിയാണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വെച്ച മെയിൽ IDയിലോട്ട് ജസ്റ്റ് റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോലിയുടെ ഒഴിവായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.